ആൻസറിങ് ഡെന്റൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 1. ക്രോമോജനിക് ബാക്ടീരിയ കാരണം പല്ലിലുണ്ടാവുന്ന കറകൾ പെർമനന്റ്ലി ക്ലീൻ ആക്കാൻ പറ്റുമോ? പെർമനന്റ്ലി ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ബാക്ടീരിയാസ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ വായിൽ തന്നെ ജീവിക്കുന്ന പാവപ്പെട്ട ബാക്ടീരിയാസ് ആണ്. സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ അങ്ങനെ കറ വരുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പാലറ്റൽ എക്സ്പാൻഡർ അപ്പർ അഡൽട്ടിൽ റിസൾട്ട്സ് കിട്ടും. ഇത് ഉദ്ദേശിച്ചത് നമ്മുടെ അപ്പർ ജോ ചുരുങ്ങുന്നതിനെ കുറിച്ചാണ്. അത് അഡൽട്ട് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. യെസ്, അതിനുള്ള പുതിയ രീതികളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പാലറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. വായ തുറന്ന് കിടന്നാൽ ജോയും പല്ലും ഇറങ്ങി വരുമോ? തീർച്ചയായിട്ടും പല്ലിന്റെയും ജോയുടെ ഒക്കെ പൊസിഷന് ഭയങ്കര നെഗറ്റീവായിട്ട് വാ തുറന്ന് കിടന്ന് ഉറങ്ങുന്നത് അഫക്ട് ചെയ്യും. ജന്മനാൽ എന്റെ പല്ല് മഞ്ഞയാണ്, അത് വൈറ്റ് ആക്കാൻ പറ്റുമോ? വൈറ്റ് ആക്കാൻ പറ്റും. പോസിബിലിറ്റി 1, 2, 3 ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനത്തെ നമുക്ക് ഓൾറെഡി ഉള്ള പല്ലിന്റെ കളർ ഒരു യെല്ലോ ഷെയ്ഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വൈറ്റനിങ് ട്രൈ ചെയ്യാം, ലേസർ വൈറ്റനിങ് ട്രൈ ചെയ്യാം. ഈവൻ ഇഫ് ദാറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ആൻഡ് ഇത് വളരെയധികം നമ്മൾ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ യു ക്യാൻ ട്രൈ വേനിയേഴ്സ്. അതിൽ നോ പ്രപ്പ് വേനിയേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും. പല്ല് ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേസസ് ഇടാൻ പറ്റുമോ? പല്ല് ക്രൗൺ ചെയ്താൽ ഐഡിയലി ബ്രേസസ് ഇടുന്നത് സാധാരണ ഉള്ള പല്ല് ബ്രേസ് ഇടുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പല ഓർത്തോഡോണ്ടിസ്റ്റുമാരും പറയാറുള്ളത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് റൂട്ട് കനാൽ ചെയ്യുകയും ക്രൗൺ ഒക്കെ ചെയ്തേക്കുന്ന പല്ലുകളാണെങ്കിൽ ചിലപ്പോൾ ഓർത്തോഡോണ്ടിക് മൂവ്മെന്റ്സ് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കേസസിൽ ബ്രേസസ് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല.